ഇന്ന് ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദേ കിടക്കുന്ന ഒരു ബീഫ് റെസിപ്പി, ഈസി ആയിട്ടുള്ള റെസിപ്പി എന്നാ ഒന്ന് ട്രൈ ആക്കി കളയാമെന്ന് വിചാരിച്ചു. സിമ്പിളാണ്, പക്ഷെ പവർഫുൾ ആയിട്ടൊരു ഐറ്റം ആണ് കേട്ടോ. ആദ്യം കുക്കർ അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് കുറേ അധികം ചുവന്നുള്ളി ഇടുക. ചുവന്നുള്ളി പൊളിക്കാൻ ഇഷ്ടമില്ലാത്തവർ പിള്ളേരെ കൊണ്ടുവല്ലാം ചോദിച്ചാൽ മതി കേട്ടോ. 2 to 3 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. കാശ്മീർ ചില്ലി പൊടിച്ചെടുത്താലും മതി. ചില്ലി ഫ്ലേക്സിൻ്റെ കണക്ക് നിങ്ങളുടെ എരിവിനെ ഡിപ്പെൻഡ് ചെയ്ത്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ആവശ്യത്തിന് ഉപ്പിടുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് വഴണ്ട് വരുമ്പോൾ ഒരുപാടൊന്നും വഴണ്ട, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്ന ഒരു ട്രാൻസ്ലൂസൻറ്റ് പരുവായാൽ മതി. ഇതിലേക്ക് 1 കിലോ ബീഫും കൂടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടയ്ക്കുക. എന്നിട്ടൊരു 3-4 വിസിൽ അടുപ്പിക്കണം. ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല മണം. സിമ്പിളാണെങ്കിലും നല്ല അടിച്ചു കയറുന്ന മണം വരുന്നു. എനിക്ക് ബീഫൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കുക. നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി അനുസരിച്ച് വറ്റിച്ചെടുത്താൽ മതി. എനിക്കിത് ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. വള വേണ്ട, ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി വേണ്ട, തക്കാളി വേണ്ട, ഒന്നും വേണ്ട. സിമ്പിളായിട്ടുള്ള ചുവന്നുള്ളിയും ചില്ലി ഫ്ലേക്സും മാത്രം മതി. നന്നായിട്ടുണ്ട്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ബൈ ഫ്രം ഫൗസിയ യൂസഫ്.